നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആബ്സൻസ് ഒക്കെ വരുമ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്ത ചില ദിവസങ്ങളുണ്ടാകും. ശ്രദ്ധിക്കണം മക്കളെ, അച്ഛൻ പറയണത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ വരും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയും ക്ലേശവുമായിരിക്കും ആ സമയത്ത് ഉണ്ടാകണത്, ഇല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഉടമ്പടി എടുത്താണല്ല, എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കും, ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണത്? അത് പിതാവിൻ്റെ കാര്യമാണ്. എന്താ കാര്യം? പിതാവിൻ്റെ കാര്യം എന്താണ്? അതായത് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഈശോ പിതാവിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജോലി, വീട്, വിവാഹം, പറമ്പ് വാങ്ങിക്കൽ, അങ്ങനെയുള്ള ഏർപ്പെടല, അത് പിതാവ് ഈശോയുമായിട്ട് ബന്ധമില്ലെങ്കിലും സാധാരണ നിരീശ്വരന്മാർക്ക് പോലും കിട്ടുന്ന കാര്യങ്ങളാണ്. പിതാവിൽ നിന്ന് ഈശോ കൊണ്ടുവന്ന തനത് ഗിഫ്റ്റ് എന്താണ്? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അതാണ് കൃപയാണ് പിതാവിൽ നിന്ന് കൊണ്ടുവന്നത്. ഈശോ കൊണ്ടുവന്നത് എന്താണ്? കൃപ. എപ്പോഴും കൃപയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിനെ പിക്ചർ, ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. കൃപയെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ബൈബിള് പിതാവിനെ കൊണ്ടുവരും.